ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു പുതിയ വർഷം വേണമെന്നില്ല, അല്ലെങ്കിൽ ഒരു മൺഡേ ആയിരിക്കണം എന്നില്ല, ഒരു പെർഫെക്റ്റ് ഡേ വേണമെന്നില്ല, ഒരു സാധാരണ നോർമൽ ദിവസം മാത്രം മതി. ഞാൻ ആക്ച്വലി കഴിഞ്ഞ വർഷം തന്നെ ഈ ഒരു സമയത്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഓർമ്മ ഉണ്ടാവുമായിരിക്കും, നമ്മൾ ഈ ഹാഫ് ഇയർലി റീസെറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒരു ജൂലൈ കഴിഞ്ഞപ്പോഴാണ്. അതായത് ലാസ്റ്റ് ഇയർ നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം കറക്റ്റ് സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഞാൻ എങ്ങനെയൊക്കെയാണ് റീസെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുതരാം. ഇത് ഒരു സിംഗിൾ വീഡിയോ അല്ല, 2 വീഡിയോസ് വരുന്ന രണ്ട് എപ്പിസോഡ് വരുന്ന ഒരു മിനി സീരീസ് പോലെയാണ് ഞാൻ ഈ ഒരു റീസെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കും ഈ ഒരു ഇയർ റീസെറ്റ് ചെയ്യണം അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ജാനുവരി ആയ സമയത്ത് നമ്മൾ എന്തൊക്കെ ഗോൾസ് ആണ് സെറ്റ് ചെയ്തത്, അതിൽ എന്തൊക്കെ വർക്ക് ചെയ്തു, എന്തൊക്കെ നമ്മൾ ഇനിയും ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, എന്തൊക്കെ ഇനി വേണ്ട, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റീസെറ്റ് ചെയ്യുന്നതും റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഇഷ്ടം ഇങ്ങനെ ഹാഫ് ഇയർലി റീസെറ്റ് ചെയ്യുന്നത്. കാരണം കുറച്ചുകൂടി ക്ലാരിറ്റി ഈ ഒരു റീസെറ്റ് ചെയ്യുമ്പം ഉണ്ടാവും. നമ്മുടെ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാം. അതായത് നമ്മുടെ സ്പേസ്, മൈൻഡ്, ബോഡി, ഹാബിറ്റ്സ് ഇതൊക്കെ എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാന്നാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കുന്നത്. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ഒരു പ്രോപ്പർ ഹാഫ് ഇയർലി റീസെറ്റ് ചെയ്യാം. അതായത് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം, നെക്സ്റ്റ് 6 മന്ത്സിലേക്കുള്ള ഗോൾസ് സെറ്റ് ചെയ്യാം, അടുത്ത 6 മാസം എങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇരുന്ന് ചെയ്യാം. സോ നിങ്ങൾക്ക് അടുത്ത 6 മാസം ഒരു പ്രോപ്പർ ഫ്രഷ് സ്റ്റാർട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലൈഫ് റീസെറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ലൈഫ് ഓഡിറ്റ്. നമ്മുടെ ലൈഫ് ഇപ്പോൾ എവിടെയാണുള്ളത്? നമ്മൾ പ്രോപ്പറായിട്ട് നല്ല രീതിക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ സ്റ്റെക്കായിട്ടാണോ നിൽക്കുന്നത്, എങ്ങനെയൊക്കെ ചേഞ്ച് കൊണ്ടുവരാം, ഇങ്ങനെ നമ്മുടെ ലൈഫിനെ പറ്റി ഒരു ധാരണ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ വേണം. ലൈഫ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഒരു നോട്ട്ബുക്ക് എടുക്കുക, എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതുക. അതായത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഇപ്പം എങ്ങനെയാ പോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നിങ്ങളിപ്പോൾ ഹാപ്പി ആണോ? നിങ്ങളുടെ ഒരു വീക്ക് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം? നിങ്ങൾക്ക് ഏത് ഹാബിറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഡ്രെയിൻ ചെയ്യുന്ന പോലെ തോന്നുന്നത്? നിങ്ങൾക്ക് ഏത് ഹാബിറ്റ് ചെയ്യുമ്പോഴാണ് ഹാപ്പിനെസ് വരുന്നത്? ഇങ്ങനെ കുറച്ച് സിമ്പിളായിട്ട് ലൈഫിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ആക്ച്വലി വേണ്ടത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒന്നും അല്ല, ഓണസ്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയൊരു ധാരണ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുക്കാം, അത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിന്റെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതിയിട്ട് നിങ്ങളുടെ ലൈഫ് ഇപ്പൊ എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് എടുക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ലൈഫ് ഓഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്തതായിട്ട് എടുക്കാൻ പറ്റിയ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ക്ലീൻ യുവർ സ്പേസ്. കാരണം ലൈഫ് റീസെറ്റ് എന്ന് പറയുമ്പം പലരും പ്രൊഡക്ടിവിറ്റി, ഹാബിറ്റ്സ്, മോട്ടിവേഷൻ ഇതൊക്കെയാ നോക്കുക. പക്ഷെ ആക്ച്വലി നമ്മൾ നിൽക്കുന്ന സ്പേസ് ഒന്ന് ക്ലീൻ ചെയ്താൽ മാത്രമേ നമ്മുടെ മൈൻഡ് ക്ലീൻ ആവുള്ളൂ. നമ്മുടെ സ്പേസ് തന്നെ നമ്മളെ മെന്റലി എക്സ്ഹോസ്റ്റഡ് ആക്കാറുണ്ട്. ലൈക്ക് പേഴ്സണലി എനിക്ക് എൻ്റെ റൂമും സ്പേസ് ഒന്നും അത്ര ക്ലീൻ അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരുമാതിരി പ്രൊഡക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല, ഒന്നും ചെയ്യാൻ തോന്നൂല, അങ്ങനത്തെ ഒരു ഇതിലേക്ക് മാറും. സോ നമ്മുടെ സ്പേസ് ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. നിങ്ങളുടെ റൂം നോക്കുക, നിങ്ങളുടെ സ്റ്റഡി ടേബിള്, വാർഡ്രോബ് ഒക്കെ നോക്കുമ്പോൾ ക്ലീൻ അല്ലെങ്കിൽ അത് നമ്മളെയും ബാധിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റൂം വേണമെന്നില്ല, നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സ്റ്റഡി ടേബിൾ വേണമെന്നില്ല, നിങ്ങൾ എപ്പോഴും പോയിരിക്കുന്ന ആ ഒരു സ്പേസ് തന്നെ കുറച്ച് വൃത്തികേടായിട്ട് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മളെയും ഓട്ടോമാറ്റിക്കലി ബാധിക്കും. സോ നിങ്ങൾ എപ്പോഴും ക്ലീൻ ചെയ്യണം, പിന്നെ ക്ലീൻ ചെയ്യാന്നൊക്കെ വിചാരിച്ച് വെച്ച ആ ഒരു സ്പേസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കുക. അതിപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ മൊത്തം ഇരുന്ന് ക്ലീൻ ചെയ്യണം എന്നല്ല പറയുന്നത്, ഒരു കോർണർ മാത്രം ക്ലീൻ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാത്ത എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവും, കളയണോ അല്ലെങ്കിൽ എടുത്തു വെക്കണോ എന്ന് വിചാരിച്ച് വെക്കുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാവും. ഈവൻ ഞാനായാലും അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് വേണോന്ന് ചോദിച്ചാൽ വേണം, ഉപയോഗിക്കുമെന്ന് ചോദിച്ചാൽ ഉപയോഗിക്കൂല, പക്ഷെ കളയാൻ പറ്റുമോന്ന് ചോദിച്ചാൽ കളയാനും പറ്റൂല. അങ്ങനത്തെ കുറച്ച് അധികം സാധനങ്ങൾ ഉണ്ടാവും. അതൊക്കെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് കളയാ, എന്നിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യുക. ഞാൻ ന്യൂ ഇയറിന്റെ സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പത്തിന് എനിക്ക് എന്തൊക്കെ ഒരു പുതിയ ലൈഫ് എന്നൊക്കെയുള്ള ഒരു ചിന്ത ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ ചിലപ്പം കുറെ നോട്ട്ബുക്സ്, റാൻഡം പേപ്പേഴ്സ്, കുറെ പ്രോഡക്ട്സ് ഒക്കെ ഇങ്ങനെ വെറുതെ വേണ്ടായിരിക്കും, പക്ഷെ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടാവും. സംടൈംസ് ഒരു ഫ്രഷ് എനർജി കിട്ടണമെങ്കിൽ നമ്മൾ പുതിയ സാധനം ഇങ്ങനെ ആഡ് ചെയ്യണം
എന്നില്ല. നമ്മുടെ കയ്യിലുള്ള പഴയ സാധനങ്ങൾ, വേണ്ടാത്ത സാധനങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ കുറച്ചൊരു മൈൻഡും മൊത്തത്തിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഒരു റിഫ്രഷ് ആവും. ഒരു റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കറക്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണ് റീസെറ്റ് യുവർ ബോഡി. എനിക്ക് തോന്നുന്നു ഈ ഒരു റീസ്റ്റാർട്ട്, റീസെറ്റ്, സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്നൊക്കെ പറയുന്ന സ്ഥാനത്ത് ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് സ്ലീപ്പ്. ആക്ച്വലി ഇത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ എപ്പോഴും 3 ലിറ്റേഴ്സ് ഓഫ് വെള്ളം കുടിക്കുക, ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക, ഇതൊക്കെ വിചാരിക്കും. പക്ഷേ ഈ ഒരു സ്ലീപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. പക്ഷെ സ്ട്രെസ് ചെയ്ത് കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറില്ല. നമ്മൾ റുട്ടീനും മൈൻഡ് സെറ്റും ഒക്കെ ഫിക്സ് ചെയ്യും, പക്ഷെ രാത്രി 2 മണിക്ക് കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് പറയും ഭയങ്കര ക്ഷീണം, മോട്ടിവേഷൻ ഇല്ല എന്ന് പറയും. ആക്ച്വലി അത് മോട്ടിവേഷൻ ഇല്ലാഞ്ഞിട്ടല്ല, ഒരു പ്രോപ്പർ സ്ലീപ്പും റെസ്റ്റും ഇല്ലാത്തൊരു പ്രോബ്ലം ആണ്. സോ ഫസ്റ്റ് നിങ്ങൾ സ്ലീപ്പ് ഷെഡ്യൂൾ ഒന്ന് ഫിക്സ് ചെയ്യുക. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഇതൊക്കെ എനിക്ക് വേണ്ട കാര്യമാണ്. ഞാൻ ഫസ്റ്റ് ഈ ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പം അത് ചെയ്യണം, ഇത് ചെയ്യണം. നിങ്ങൾ റീൽസും ഷോർട്സും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഞാനിങ്ങനെ വലിയ ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് കുടിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പം വെള്ളം കുടീൻ്റെ കാര്യമാണെങ്കിലും സ്ലീപ്പിൻ്റെ കാര്യമാണെങ്കിലും മൊത്തത്തിൽ ഭയങ്കര പരിതാപകരമായ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമ്മൾ സിമ്പിളാണ്, ആ കാര്യമൊക്കെ എന്ത് പറയാനാ, ഇതൊക്കെ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നുമെങ്കിലും അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പം എന്ത് നമ്മൾ സ്കിൻ കെയർ വീഡിയോ കണ്ടാലും ഈ വർക്കൗട്ട് വീഡിയോ ഒക്കെ കണ്ടാലും ഇവർ പറയുക നന്നായിട്ട് വെള്ളം കുടിക്കുക, സ്ലീപ്പ് ശരിയാക്കുക എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ വിചാരിക്കും അയ്യേ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അറിഞ്ഞാലും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ അങ്ങനെ ചെയ്യൂല. നമ്മളിങ്ങനെ ഹാബിറ്റായിട്ട് ഇതങ്ങനെ കൊണ്ടു നടക്കൂല. ഇപ്പൊ വെള്ളം കുടിക്കേണ്ടതായാലും 2 ദിവസം ഉണ്ടാവും, പിന്നെ നിർത്തും. അതൊക്കെ നമുക്ക് ഗ്രാജുവലി ഫിക്സ് ചെയ്ത് കൊണ്ടുവരണം. ഇനി നിങ്ങൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് റീസെറ്റ് യുവർ മൈൻഡ്. പേഴ്സണലി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു സെക്ഷൻ ഈ ഒരു മൈൻഡ് ക്ലീൻ ആക്കേണ്ടതാണ്. ഐ മീൻ നമ്മൾ പുറത്ത് എന്തൊക്കെ ക്ലീൻ ചെയ്താലും നമ്മുടെ മൈൻഡിലെ മെസ്സ് ക്ലീൻ ആക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതിന് ശരിക്കും ഒരു സിമ്പിൾ സ്റ്റെപ്പാണുള്ളത്. എനിക്ക് എപ്പോഴും ഹെൽപ്ഫുൾ ആവാറുള്ള ആ ഒരു സിമ്പിൾ സ്റ്റെപ്പാണ് ജേർണലിങ്. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പേപ്പറൊക്കെ കീറി ഒട്ടിച്ച് അങ്ങനത്തെ ജേർണലിംഗ് അല്ല. ഒരു നോട്ട്ബുക്ക്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നോട്ട്ബുക്ക് ഒന്നും വേണ്ട, എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജേർണലൊന്നും വേണമെന്നില്ല. ഒരു ഡയറി അല്ലെങ്കിൽ ഒരു പേജ് എടുക്കുക, എന്നിട്ട് മൈൻഡിൽ വരുന്ന തോട്ട്സ് ഒക്കെ എഴുതുക. നിങ്ങൾക്ക് എന്താണ് സ്ട്രെസ് ആയിട്ട് നിൽക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നം, അങ്ങനത്തെ കുറേ മൈൻഡിൽ നിങ്ങൾക്ക് എപ്പോഴും സ്കെയറി ആയിട്ടുള്ള കാര്യം എന്താണ്, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് എന്താണ്, ഇതൊക്കെ മൈൻഡിൽ വരുന്നത് അങ്ങനെ എഴുതി കൊടുക്കുക. മൈൻഡിൽ ഇങ്ങനെ ഓവർഫ്ലോ ആയിട്ട് വരുന്ന തോട്ട്സ് അങ്ങനെ തന്നെ പേജിൽ എഴുതി കൊടുക്കുക. അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു ഫ്രണ്ടിന്റെ അടുത്ത് കാര്യം പറയുന്ന പോലെയാണ് ഇത്രയും കാര്യങ്ങൾ ജേർണലിൽ എഴുതുന്നത്. അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ജേർണലിംഗ് ആണ്. വെരി സിമ്പിൾ. നിങ്ങൾക്ക് വെറുതെ ഒരു നോട്ട്ബുക്കോ പേജോ എടുത്ത് എഴുതേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. മൈൻഡ് കുറേയൊക്കെ അങ്ങ് ക്ലീൻ ആയി പോയിക്കോളും. സെക്കൻഡ് തിങ് എന്താന്ന് വെച്ചാൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കോണ്ടന്റ്, കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഡ്രെയിൻ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. മെയിനായിട്ട് ഇൻസ്റ്റഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആയാലും ഒക്കെ കുറേ കോണ്ടന്റ്സ് വരും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ ഡ്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അൺഫോളോ, അൺസബ്സ്ക്രൈബ് ചെയ്യുക. ചിലരെ കോണ്ടന്റ് നിങ്ങൾക്ക് ചിലപ്പം ഇൻസെക്യൂരിറ്റീസ് ഫീൽ ചെയ്യിപ്പിക്കും, നിങ്ങൾ അത്ര നല്ലതല്ല എന്ന് തോന്നിപ്പിക്കും, നിങ്ങളെ ഡീമോട്ടിവേറ്റഡ് ആക്കും. അങ്ങനത്തെ ടൈപ്പ് കോണ്ടന്റ് ആണ് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് ഓൾറെഡി മെസ്സായിരിക്കും. അത് റീസെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവരെ അൺസബ്സ്ക്രൈബ്, അൺഫോളോ ചെയ്യുക. അതാണ് നിങ്ങൾക്ക് രണ്ടാമതായിട്ട് എടുക്കാൻ പറ്റിയ സ്റ്റെപ്പ് മൈൻഡിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെ അൺസബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾക്ക് മോട്ടിവേഷനും ഇൻസ്പിറേഷനും ആയിട്ട് വരുന്ന കോണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഫോർത്ത് സ്റ്റെപ്പ് ഈസ് അപ്ഗ്രേഡ് യുവർ ഹാബിറ്റ്സ്. ഈ ഒരു സ്റ്റെപ്പിലാണ് പലരും ഗിവ് അപ്പ് ചെയ്ത് പോകാറുള്ളത്. അതായത് നമ്മൾ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണം എന്ന് പറയുമ്പം കുറേ ഹാബിറ്റ്സ് എഴുതും. അതായത് ജിമ്മിൽ പോയിട്ട് 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുക, അങ്ങനത്തെ കുറേ കടിച്ചാൽ പൊട്ടാത്ത ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ പെട്ടെന്ന് ഓവർനൈറ്റിൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്നത്. നമ്മൾ ചെറിയ ടൈനി ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് പറ്റിയാൽ മാത്രമേ നമുക്ക് വലിയ വലിയ ഹാബിറ്റ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് കുറച്ച് കുഞ്ഞു ഹാബിറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ 5 മിനിറ്റ്സ് റീഡിങ്, 10 മിനിറ്റ്സ് വാക്കിംഗ്, 5 മിനിറ്റ്സ് ജേർണലിംഗ്. അങ്ങനെ ചെറിയ സ്റ്റെപ്പിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഗ്രാജുവലി നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പൊ 10 മിനിറ്റാണ് നമ്മൾ നടക്കുന്നത്, കുറച്ച് ഒരു
ഒരാഴ്ച കഴിയുമ്പോൾ നമുക്കതൊരു 20 മിനിറ്റ്സ് ആക്കാം. അങ്ങനെ അങ്ങനെ ഗ്രാജുവലി നമ്മുടെ ഹാബിറ്റ്സ് ചെറുതെന്ന് തുടങ്ങിയിട്ട് വളർത്തി വളർത്തി കൊണ്ടുവരണം. നിങ്ങൾ വിചാരിക്കും ഇത്ര കുഞ്ഞു ഹാബിറ്റ്സ് കൊണ്ട് എന്ത് വലിയ ചേഞ്ചസ് ഒക്കെയാ വരാൻ പോകുന്നത്. നമ്മളെ ലൈഫ് ഒന്ന് റീസ്റ്റാർട്ടും റീസെറ്റും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ഡിസിഷൻസ് കാര്യങ്ങളൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ എടുക്കേണ്ടത്. സ്മോൾ സ്മോൾ ആക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം. ഈ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം, കൺസിസ്റ്റൻസി, ഇതാണ് മെയിൻ. നമുക്ക് എന്തും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതൊരു കഴിവാണ്. അത് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ചെറിയ ആക്ഷൻസ് ആണെങ്കിലും അതിൽ കൺസിസ്റ്റൻസി വരിക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഞാനിപ്പോ പറഞ്ഞു 10 മിനിറ്റ്സ് വാക്ക് എന്ന്. 10 മിനിറ്റ്സ് വാക്ക് ഒരു ദിവസം നോക്കുമ്പം അതൊരു കുഞ്ഞു കാര്യമായിരിക്കും. പക്ഷേ ഒരു 30 ദിവസം 10 മിനിറ്റ് നടക്കുക എന്ന് പറയുന്ന കാര്യം അതൊരു വലിയ കാര്യമാണ്. നിങ്ങൾക്ക് 30 ദിവസവും 10 മിനിറ്റ് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സ്കിപ്പ് ആക്കേണ്ട ദിവസങ്ങൾ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്മോൾ ആക്ഷൻസ് ആണ് വേണ്ടത്, കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പം കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സ് എടുക്കുക, അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോവുക. ഇനി 5ാമത്തെ സ്റ്റെപ്പാണ് റീബിൽഡ് യുവർ കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു ട്രസ്റ്റ് ആണ്, ഒരു സെൽഫ് ട്രസ്റ്റ് ആണ് കോൺഫിഡൻസ്. എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ, ഞാൻ നാളെ രാവിലെ നടക്കാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ പോവുക. എന്തെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ചെറിയ പ്രോമിസസ് ആണെങ്കിലും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെയാണ് നമ്മൾ സെൽഫ് ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക. അങ്ങനെ സെൽഫ് ട്രസ്റ്റ് ബിൽഡ് ചെയ്താലാണ് ഗ്രാജുവലി കോൺഫിഡൻസിലേക്ക് എത്തുള്ളൂ. അതായത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത് വലിയ വലിയ അച്ചീവ്മെന്റ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ളത് കൊണ്ടൊന്നും അല്ല, സെൽഫ് ട്രസ്റ്റിലാണ് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് വേറൊരാളോട് സംസാരിക്കുന്നത് എന്നല്ല, നമ്മൾ എങ്ങനെയാണ് നമ്മളോട് തന്നെ സംസാരിക്കുന്നത് എന്നാണ്. നമ്മൾ പലരും പറയാത്ത രീതിയിലുള്ള ഹാർഷ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളോട് തന്നെ പറയാ. ലൈക്ക് ഞാൻ എന്താ ഇങ്ങനെ, എനിക്ക് എന്താ അത് പറ്റാത്തത്, എന്നെ കൊണ്ടത് പറ്റൂല. ഏറ്റവും കൂടുതൽ പറയുന്നത് എന്നെ കൊണ്ടത് പറ്റൂല എന്ന് സ്വയം തന്നെ പറയാണ്. നമ്മൾ എങ്ങനെയാണോ നമ്മളെ കാണുന്നത് അത് വെച്ചിട്ടേ കോൺഫിഡൻസ് ബിൽഡ് ആവുള്ളൂ. നമ്മൾ എപ്പോഴും നമ്മളോട് എന്നെ കൊണ്ടത് പറ്റൂല, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റൂല എന്ന് തന്നെ ചിന്തിച്ചിരുന്നാൽ നമുക്ക് ഒരിക്കലും കോൺഫിഡൻസ് ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മളെ കൊണ്ടത് പറ്റും, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അതൊക്കെ സ്വയം ഒന്ന് അത്രയും ഹാർഷ് അല്ലാത്ത രീതിയിൽ കുറച്ച് കാമായിട്ട് ഒന്ന് നമ്മളെ തന്നെ ട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് താനെ ഉണ്ടായിക്കോളും. അതിന് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇത്രയും സമയം ഞാൻ പറഞ്ഞത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കൊക്കെ ഇത് ചിലപ്പോൾ അറിയായിരിക്കും, പക്ഷെങ്കിൽ ഒരു റിമൈൻഡർ എന്നുള്ള രീതിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇത് പറഞ്ഞത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളോട് ഹാർഷ് ആവരുത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ക്രിയേറ്റ് എ വിഷൻ. നമ്മൾ റീസ്റ്റാർട്ടും റീസെറ്റൊക്കെ ചെയ്യണമെങ്കിൽ പഴയ മെസ്സും കാര്യങ്ങളൊക്കെ ക്ലീൻ അപ്പ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഡിസൈഡും കൂടെ ചെയ്യണം. അതുകൊണ്ട് ഇനിയുള്ള കുറച്ച് മാസങ്ങളിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ വലിയ വലിയ ഗോൾസ് ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം സ്റ്റഡീസ് ബേസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കരിയർ ബേസ് ചെയ്തിട്ട്, ഹെൽത്ത്, അങ്ങനെ എന്ത് വേണമെങ്കിലും, ഹോബി, അങ്ങനെ എന്തിലാണോ നമുക്ക് ഒരു ഗോള് സെറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ ഒരു ഗോള് സെലക്ട് ചെയ്യുക, ലൈക്ക് തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിനെ ബ്രേക്ക് ചെയ്തെടുക്കുക. നമ്മൾ ആക്ച്വലി ഗോൾസ് ഇങ്ങനെ എഴുതാനൊക്കെ സിമ്പിൾ ആണ്, പക്ഷേ അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ പ്രോഗ്രസ് വേണം. പ്രോഗ്രസ് വേണമെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എടുത്തു പോകണം. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം, ഗോൾസ് സെറ്റ് ചെയ്യാം, 6 മാസം എന്റെ ഗോൾസ് ഒക്കെ എങ്ങനെയൊക്കെ അവിടെ എത്താം, എങ്ങനെ പ്രോഗ്രസ് കൊണ്ടുവരാം എന്നൊക്കെ ഒരു ഓഡിറ്റ് നടത്തണം. ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ഒരു റീസെറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ റീസ്റ്റാർട്ട് റീസെറ്റ് എന്നൊക്കെ പറയുമ്പം നമ്മളൊരു പുതിയ പേഴ്സൺ ആയിട്ട് മാറുക അങ്ങനെയല്ല കേട്ടോ. നമ്മൾ എങ്ങനെയാണോ ഉള്ളത് അത് തന്നെ മതി. പക്ഷേ നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്യുന്നതും വർക്ക് ചെയ്യാത്തതും നമുക്ക് പ്രോഗ്രസ് കൊണ്ടുവരാൻ അത്രയും ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പ്രോഗ്രസ് കൊണ്ടുവരേണ്ട ഇടത്തിൽ പ്രോഗ്രസ് കറക്റ്റ് ടൈമിൽ കൊണ്ടുവരിക, അതൊക്കെ നോക്കുകയാണ്. അത് മാത്രമല്ല, നമുക്ക് വേണ്ടാത്ത ഹാബിറ്റ്സ് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പേഴ്സൺ ആവുകയാണ്. അല്ലാണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയല്ല. വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ സ്ട്രെങ്തന് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കഴിയുമ്പം ഞാനിപ്പോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ചെയ്യാൻ ശ്രമിക്കണ്ട. ഇപ്പൊ എന്താ പറയാ, സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാം. റൂം ക്ലീൻ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു പേജ് എടുത്തിട്ട് ജേർണൽ ചെയ്യാൻ നോക്കുക. ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ ജേർണലല്ല, മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി അങ്ങനെ ഒരു ജേർണലിങ് ചെയ്യാൻ നോക്കുക. പിന്നെന്താ, അങ്ങനെ നിങ്ങൾക്ക് പറ്റിയ ഒരു സ്മോൾ സ്റ്റെപ്പ് എടുക്കാം. അതിപ്പോ എന്തായാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നത്
അത് ചെയ്യാം. കാരണം ബിഗ് ചേഞ്ചസ് ഓൾമോസ്റ്റ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് സ്മോൾ സ്റ്റെപ്സ്. സോ നിങ്ങൾ സ്മോൾ സ്റ്റെപ്സിൽ തുടങ്ങുക. അപ്പൊ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് സ്റ്റെപ്പിൽ നിന്നാണ് തുടങ്ങുക എന്ന് എന്തായാലും കമന്റ് ചെയ്ത് നോക്കുക. അപ്പൊ അറിയാലോ ഇതുവരെ വീഡിയോ കണ്ടോന്ന്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓൾസോ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാര്യമായിട്ടുള്ള വിഷൻ ബോർഡ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതെന്തായാലും ഒരു 1 വീക്കിനുള്ളിൽ ഉണ്ടാവും. ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്കാം. സോ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ലൈഫൊക്കെ അടിപൊളിയാവട്ടെ, നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ, പഠിക്കാനും മോട്ടിവേഷനും ഒക്കെ ഉണ്ടാവട്ടെ, സ്റ്റക്ക് ആവാണ്ടിരിക്കട്ടെ. അപ്പം നിങ്ങൾ മൊത്തത്തിൽ ഒരു റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സ്റ്റാർട്ട് സ്മോൾ സ്റ്റെപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ അപ്പൊ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പുറത്ത് നല്ല ഇരുണ്ട് വരുന്നുണ്ട്, മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ മുന്നേ എനിക്ക് വീഡിയോ എടുത്ത് തീർക്കാൻ വേണമായിരുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കമന്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. സോ നെക്സ്റ്റ് എപ്പിസോഡ് കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.